അധ്യാപകർക്ക് പാദപൂജ ചെയ്യുന്നതിനെ അവഹേളിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഹൈന്ദവ വിരുദ്ധ മനോഭാവമെന്ന് ആരോപണം. അധ്യാപകർക്ക് ശവമഞ്ചവും വിദ്യാർത്ഥികൾക്കിടയിൽ അരാജകത്വവും വളർത്തുന്ന SFI മാതൃക പിന്തുടരണമോ എന്നതുമാണ് ഉയരുന്ന ചോദ്യം. ഹൈന്ദവ പാരമ്പര്യത്തിലൂന്നിയ ഗുരുസങ്കല്പത്തെ ഇകഴ്ത്തുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാനെന്നും വിമർശനമുണ്ട്. ഭാരതീയമായ സാംസ്കാരിക ബിംബങ്ങളെയൊക്കെ വിവാദമുണ്ടാക്കി തകർക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ആഴ്ച മുമ്പ് വായന ദിനാചരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതാംബയെയാണ് അദ്ദേഹം അപമാനിച്ചത്. സാരി ഉടുത്ത ഏതോ ഒരു സ്ത്രീ കൊടി പിടിച്ചു നിൽക്കുന്നു എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത്. യുഗാദി കാലം മുതൽ തന്നെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം, ഭൂമിദേവിയെ അമ്മയായി കാണുന്ന സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഭാരതാംബയെ അപമാനിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് തയ്യാറായത്. ഇപ്പോൾ അദ്ദേഹം യുഗാദി കാലം മുതൽ തന്നെ ആരംഭിച്ചു വരുന്ന ഗുരു സങ്കല്പത്തെ തന്നെ തച്ചു തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്തായാലും CPMന്റെ ദേശവിരുദ്ധ മനോഭാവം, നിലപാടുകൾ അത് വിദ്യാർത്ഥി സംഘടനകളിലൂടെ വിദ്യാർത്ഥികളിലേക്ക് കൂടി കുത്തിവെക്കാനല്ലേ ഇപ്പോൾ ശ്രമിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. അത് തന്നെയാണ് നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങൾ അത് തന്നെയാണ്. അധ്യാപകർക്ക് ശവമഞ്ചവും വിദ്യാർത്ഥികൾക്കിടയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു യുവജന സംഘടന ഇപ്പോൾ ഏറ്റവും പൗരപ്രധാനികമായിട്ടുള്ള അല്ലെങ്കിൽ യുഗാന്തരങ്ങളായിട്ട് നടത്തുന്ന മഹത്തായ ഒരു കർമ്മത്തിനെതിരെ അവർ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഇവർക്കെതിരെ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും SFIയും നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലും അതോടൊപ്പം തന്നെ ഈ അരാജകത്വ വാദങ്ങളിലുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വേദവ്യാസ മഹർഷിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവിൻ്റെ കാരുണ്യവും ഗുരുജ്ഞാനവും കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗുരുപൂജ, ആ ഗുരുപൂജയെ വളരെ വികൃതമായിട്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ആചാരമാക്കി സൃഷ്ടിച്ചുകൊണ്ട് അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ആചാരമാണ് സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരെ പ്രചരണങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി SFI വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത്തരം മൂല്യങ്ങളെ എതിർക്കുന്ന നിലപാട് വിദ്യാഭ്യാസ അല്ലെങ്കിൽ സർക്കാരിൻ്റെയും CPMൻ്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും SFIയുടെയൊക്കെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ, SFI നടത്തുന്ന അക്രമങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. നമുക്ക് ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് വിദ്യാഭ്യാസ മന്ത്രി ഗവർണറോടുള്ള അനാദരവ് കാട്ടിക്കൊണ്ട് പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ട് വലിയ രീതിയിൽ വന്ന് ഹീറോയിസം കാണിച്ച് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DYFIയുടെ നേതൃത്വത്തിൽ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങളുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിത്തീർന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഈ പൗരാണികമായിട്ടുള്ള ആചാരങ്ങളെ അല്ലെങ്കിൽ ഈ പൗരാണികമായിട്ടുള്ള മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് SFIയുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടത് സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമെന്ന് പറയുന്നത്. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. എന്ത് മൂല്യങ്ങളാണ് ഈ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രതികരണങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ നടത്തുന്ന ഈ സംഘടനയ്ക്ക് എന്ത് മൂല്യങ്ങളാണ് സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത്? നമുക്കറിയാം, വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പാളിനെ മർദ്ദിച്ചതും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ കസേര
വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിന് ശവമഞ്ചം ഒരുക്കിയത്, മഹാരാജാസ് കോളേജിൽ കസേര കത്തിച്ചതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുള്ളത് ഗുരുക്കളെയും ഗുരുസ്ഥാനത്തിരിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും നിന്ദിക്കുകയും അവർക്ക് എല്ലാ കാലവും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടന കൂടിയാണ് SFI എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരള സർവകലാശാല നിലവിൽ കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയി തുടരുകയും ടെക്നിക്കൽ സർവകലാശാലയിൽ ഉൾപ്പെടെ VC ആയിരുന്ന സിസ തോമസിനോട് കാണിച്ച അതിക്രമങ്ങൾ, സിസ തോമസിന് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് ഈ സംഘടനകൾ നൽകിയ സ്വീകരണം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലറെ തെമ്മാടി എന്ന് വിളിക്കുന്ന യുവജന സംഘടനയാണ് SFI. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തുകയും എല്ലാ കാലത്തും ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുകയും ആചാരങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുകയും തച്ചുടക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ പ്രവണതകളിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് സമൂഹ മാധ്യമങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും പുതുതായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ അതിക്രൂരമായിട്ട് മർദ്ദനങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും വിധേയപ്പെട്ട് അല്ലെങ്കിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കാര്യം, ആ വിദ്യാർത്ഥിയോട് ഈ വിദ്യാർത്ഥി സംഘടനകൾ, ഈ SFI എന്ന സംഘടനയിലുള്ളവർ ഒരു സഹപാഠി എന്ന് പോലും ഒരു സഹജീവി എന്നും പോലും കാണാതെ അവർക്കെതിരെ കാണിച്ച ക്രൂരതകൾ, ഈ ക്രൂരതകളൊക്കെ കാണിച്ച ഒരു സംഘടനയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഗുരുക്കളെ പൂജിക്കുന്ന ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഗുരുക്കളെ പൂജിക്കുന്ന ഒരു സംവിധാനത്തോട് എതിർപ്പറിയിച്ചത്. പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യപ്പെടേണ്ട കാലത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുകയും അത് ഒരു വശത്തു കൂടി ആ അതിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ, സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ മോശക്കാരാക്കുകയും ചിത്രീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാണുന്നത്. ഭാരതാംബയുടെ ചിത്രം സാരി ഉടുത്ത ഏതോ ഒരു സ്ത്രീ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അഭിസംബോധന ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമാവുന്നൊരു സംഘടനയ്ക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സംഘടനയോടും സർക്കാരിനോടും ഇടതുപക്ഷത്തോടും ഒക്കെ ഇത്തരത്തിൽ മൂല്യങ്ങൾ തച്ചുടയ്ക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. വിഷ്ണു.